ഇന്നൽ ഹംദലില്ലാഹ് ഉസല്ലി വഉസല്ലിമു അലാ നബീനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറ അൽ-അംബിയാ 112-ാമത്തെ ആയത്ത്. ഈ സൂറയുടെ അവസാനത്തെ ആയത്താണ്. അതിന്റെ വിശദീകരണം നോക്കൂ നിങ്ങൾ. ഖാല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബി എന്റെ റബ്ബേ അഹ്കും ബിൽ ഹഖ്, നീ യഥാർത്ഥ പ്രകാരം വിധി കൽപ്പിച്ചാലും എന്ന് പറയുന്നു. നോക്കൂ നിങ്ങൾ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ നീ യഥാർത്ഥ പ്രകാരം അല്ലാഹുവേ നീ വിധി കൽപ്പിച്ചാലും റബ്ബുനർ റഹ്മാൻ, നമ്മുടെ റബ്ബ് അർ-റഹ്മാനാണ്, എല്ലാ കാര്യവും അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. നോക്കൂ, വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഇഹലോകത്ത് വെച്ച് കാരുണ്യം ചൊരിയുന്നവനാണ്, അതിവിശാലമായ കാരുണ്യം ഒഴുക്കുന്നവനാണ് നമ്മുടെ റബ്ബ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അൽ മുസ്തആൻ, സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനുമാകുന്നു നമ്മുടെ റബ്ബ്. അതുകൊണ്ട് അല്ലാഹുവിനോടല്ലാതെ നാം സഹായം ചോദിക്കാൻ പാടില്ല. എല്ലാ സഹായങ്ങളും അല്ലാഹുവിനോട് മാത്രമേ നാം അഭ്യർത്ഥിക്കാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ സൃഷ്ടികളോട് സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല. അത് തനിച്ച ശിർക്കും കുഫ്റുമാണ് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിനോടല്ലാതെ യാതൊരു സഹായം തേട്ടവുമില്ല, അല്ലാഹുവിൽ നിന്നല്ലാതെ യാതൊരു സഹായവും ലഭിക്കാനുമില്ല. അലാമാ തസിഫൂൻ, നിങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഈ ശിർക്കും കുഫ്റും നിങ്ങൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് നരകാവകാശികളായി മാറ്റുകയാണ്. അത്തരം വികല വിശ്വാസങ്ങളുടെ പിറകെയൊന്നും ഞങ്ങളെ മുസ്ലിമീങ്ങളെ കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ റബ്ബാണ്, റഹ്മാനാണ്, അതുപോലെ മുസ്തആനാണ്, സഹായം അഭ്യർത്ഥിക്കപ്പെടാൻ ഏറ്റവും അനുയോജ്യമായവനൊക്കെയാണ് എന്നൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്നത്. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, യഥാർത്ഥ പ്രകാരം എന്റെ റബ്ബേ നീ വിധി കൽപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ അംബിയാ എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു സൂറത്ത് അവസാനിക്കുന്നത്. ഇതിന്റെ അധ്യാപനങ്ങൾ, ഇതുപോലുള്ള സൂറകളുടെ അള്ളാഹുവിന്റെ ആയത്തുകളുടെ വചനങ്ങളുടെ എല്ലാ സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ വസിയത്തോടു കൂടി നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.